ട്വിൻ ടവറിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് പോണേ. അപ്പോൾ പുറത്ത് ആഷിബ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് അയച്ചു തന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ മുമ്പിലായിട്ട് ആഷിബ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ദാവത്തിൻ്റെ മുമ്പിലെത്തി. ഞാനിതിൽ അവരുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മലേഷ്യയിലെത്തിയാൽ നമുക്ക് കേരളീയ ഭക്ഷണമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞങ്ങളുടെ നൈബർ ആഷിബ്. ആഷിബ് എന്നോട് എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ട് പറയുകയാണ് കേട്ടോ. അധികം നീളം കൂട്ടാണ്ട് ഒരു 5 മിനിറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന വീഡിയോസ് ഇട്ടാൽ മതി എന്ന് പറയാണ്. ഞാനതൊക്കെ തലയാട്ടി സമ്മതിച്ചതാണ്. എന്നിട്ടും ലാസ്റ്റ് വീഡിയോ ഒരു 10 മിനിറ്റ് ആയിപ്പോയി. ചിലത് നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തു വരുമ്പോൾ അതങ്ങനെ നീണ്ടു പോകുന്നേ. പിന്നെ ഇവിടുത്തെ ഭക്ഷണം അടിപൊളി ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ വാങ്ങിയത് ഇവിടുത്തെ സ്പെഷ്യൽ കോഴിക്കോടൻ മട്ടൻ ബിരിയാണി, പിന്നെ നമ്മുടെ ചോറും മീൻകറിയും മീൻ വറുത്തതും സാമ്പാറും എരിശ്ശേരിയും തോരനും ലാസ്റ്റ് ഒരു പായസവും കൂട്ടി നല്ലൊരു ലഞ്ച്. സിംഗപ്പൂർ പോലെയല്ല, മലേഷ്യയിൽ നമ്മുടെ കുത്തിരി ചോറൊന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന മലയാളികൾ ഓർത്ത് വെച്ചോ ഈ റെസ്റ്റോറൻറ്റ്. ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ ആഷിപ്പ് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ. ഒരു സാധനം കഴിക്കാൻ തന്നെയാണ്. പിന്നെ വന്നത് ഈ കോംപ്ലക്സിലേക്കാണ്. ഇവിടെയാണ് ആ ഓഫർ നടക്കേണ്ടത് പറഞ്ഞത്. ഇവിടെ കോംപ്ലക്സ് എന്ന് എഴുതിയിരിക്കണുണ്ടോ, സ്പെല്ലിങ് വേറെയല്ലേ, നമ്മൾ എഴുതുന്നത് വേറെയാ. അതുപോലെ തന്നെ ഇവിടെ പലതിനും സ്പെല്ലിങ് വേറെയാണ്. ഇത് KL തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലുലു മാള് കാണിച്ചിരുന്നു. ലുലു മാളുണ്ട് KL. ആഷിബ് പറഞ്ഞത് ഇവിടെയാണ് ഓഫർ നടക്കുന്നത്, നല്ല ഓഫറാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ എല്ലായിടത്തും നല്ല തിരക്കാണ്. ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഓഫറാണ് ഈ നടക്കുന്നത്. ഞാൻ മലേഷ്യക്ക് വരുമ്പോൾ വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് ചപ്പൽ വാങ്ങണം എന്നാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഓഫറുള്ളോടത്ത് എത്തുന്ന അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെരുപ്പ് നോക്കി നടക്കുകയാണ്. ഒരു മലേഷ്യൻ റിങ്കറ്റ് ഇന്ത്യൻ രൂപി 19 രൂപയാണ് കേട്ടോ. സിംഗപ്പൂർ ഡോളറാകുമ്പോൾ അത് $3.5 അടുത്താവും. മോള് ഇതിൽ നിന്നൊരു ഷൂ സെലക്ട് ചെയ്തു. അവളുടെ സെലക്ഷൻ വേഗം കഴിഞ്ഞു. എനിക്ക് കുറേ അധികം കണ്ട കാരണമാണോ എന്നറിയില്ല, അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ ഇത്തിരി നടക്കേണ്ടി വന്നു. എനിക്ക് ഒരു ചപ്പൽ നല്ല ഇഷ്ടമായതായിരുന്നു, പക്ഷെ അത് എൻ്റെ അളവിൻ്റെ ഉണ്ടായിരുന്നില്ല, വലുതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് സെലക്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ആഷിബിന് ഓഫീസിൽ നിന്ന് കോള് വന്നു. അങ്ങനെ ഞങ്ങളോട് യാത്ര പറഞ്ഞ് ആഷിബ് പോയി. പിന്നെ കുറച്ച് നേരം കൂടി ഇവിടെ നിന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ബാഗുകളൊക്കെ കൺമുന്നിൽ കൂടെ മിന്നി മറയുണ്ടായിരുന്നു. പക്ഷെ ഞാനെന്തോ വാങ്ങിയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ ചപ്പലാണ് ആ മുകളിലുള്ളത് കേട്ടോ. നല്ല സുഖമായിരുന്നു ഇട്ട് നടക്കാൻ, പക്ഷെ എൻ്റെ അളവിൽ കിട്ടിയില്ല. അപ്പോഴുണ്ട് ഈ ഒരു വാവ വന്നിട്ട് ഓരോ ചെരുപ്പ് നോക്കിയിട്ട് വേണ്ട അതിങ്ങനെ തലയാട്ടിയിട്ട് പോവാള്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ സെലക്ട് ചെയ്തത് ഈ 2 എണ്ണമാണ്. ചെരുപ്പിൻ്റെ സെക്ഷനിൽ നിന്ന് പിന്നെ എത്തിപ്പെട്ടത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ്. നമ്മൾ ലേഡീസിന് ചെരുപ്പ്, ബാഗ്, ഡ്രസ്സ് ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ, അതും ഓഫറിലും കൂടി ആകുമ്പോൾ വേണ്ടാന്ന് വെക്കാനൊരു മടി തോന്നാറില്ലേ? അങ്ങനെ തന്നെ എനിക്കും തോന്നി. അത് കാരണം ഡ്രസ്സ് നോക്കാമെന്ന് വെച്ചു. ഞാൻ ജീൻസ് അന്വേഷിച്ച് പോയത്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഇവിടെ നിന്ന് കിട്ടണില്ല. അതും കുറേ തിരഞ്ഞാൽ കിട്ടിയിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അധികം നേരം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇനി പോകേണ്ടത് ജെൻഡിങ് ഹൈലാൻഡ്സിലേക്കാണ്. അപ്പോൾ കുറച്ച് കയറ്റവും ഹെയർ പിൻ വളവൊക്കെ കയറി ചുരം കയറി പോണ പോലെയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേഗം പോകണം, ഇരുട്ടായ ബുദ്ധിമുട്ടാവും ഡ്രൈവിങ്. അങ്ങനെ അപ്പോൾ ഇവിടെ വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷനായി. മോളൊറ്റ ഡ്രസ്സ് എടുത്തില്ല, അവൾക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേഗം ഓടി നടന്ന് 2 എണ്ണം എനിക്ക് എടുത്തു. അതിലൊരെണ്ണമാണ് പിറ്റേ ദിവസം ഔട്ടിങ്ങിന് ഇട്ടത്. പിന്നെ ദേ ഈ ഒരെണ്ണം സെലക്ട് ചെയ്തു. ശരിക്കും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണി തന്നെയാണ്. കുറേ ടൈം വേണം, കുറേ നടക്കേണ്ടി വരും, ആകെ ടയേർഡാവും അത് കഴിയുമ്പോൾ. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കടയിൽ പോയി ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്ത് സമയം കളയണ്ട. എനിക്ക് ഓൺലൈനിലൂടെ ഡ്രസ്സ് എടുക്കാൻ അത്ര താല്പര്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിൽ വരുമ്പോൾ അവിടെ നിന്ന് ഇട്ട് നോക്കാം, ഇഷ്ടമായില്ലെങ്കിൽ അപ്പം തന്നെ മാറ്റിയെടുക്കാം. ഇതാവുമ്പോൾ കിട്ടുമ്പോൾ ചിലപ്പോൾ കളറ് തന്നെ വേറെ ആയിരിക്കും, തുണി വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഷോപ്പിൽ പോയി വാങ്ങാനാണ് ഇഷ്ടം. പക്ഷെ കുറേ നേരം ഇങ്ങനെ അലഞ്ഞു തിരിയാനിപ്പോൾ താല്പര്യമില്ല കേട്ടോ. ഞാൻ 2 ജോഡി ഡ്രസ്സും 3 ജോഡി ചപ്പലും വാങ്ങി ഞങ്ങളുടെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. നമ്മളിങ്ങനെ പേ ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് തൂക്കിടാറില്ലേ, എനിക്കങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാട്ടോ. നല്ല തിരക്കാണ്, ആൾക്കാർ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്ത് കിടന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഞങ്ങളിനി ജെൻഡിങ്ങിലേക്ക് പോവാണ്.